നമുക്കിന്നൊരു ചൂരപ്പരട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. മീനുകളെ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വൃത്തിയാക്കി കഴുകിയെടുക്കുക. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, കുരുമുളക് പൊടിയൊക്കെ തേച്ച് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. അതിനുശേഷം നമുക്കൊരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് മീനുകളെല്ലാം നമുക്ക് അതിലേക്ക് പെരക്കിയിടാം. മീൻ നന്നായിട്ട് മൂക്കണ്ട കേട്ടോ, ചെറുതായിട്ട് വാടിയാൽ മാത്രം മതി. അതിനുശേഷം നമുക്കതിനെ മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വയ്ക്കാം. അടുത്ത് നമുക്കൊരു പാൻ ചൂടാക്കാൻ വെച്ചതിന് ശേഷം പാൻ ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കുക കേട്ടോ. കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. തീ കുറച്ച് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതിലേക്ക് 2 ചെറിയ സവാള കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പച്ചമുളക് 2ആയിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി ചേർത്ത് നന്നായി മൂത്തതിന് ശേഷം നമുക്ക് ഒരു ടൊമാറ്റോ കട്ട് ചെയ്തതിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. തക്കാളി നന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് മസാല ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാൻ, ഞങ്ങളിവിടെ ചേർക്കുന്നില്ല. നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി മസാലയുടെ പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ മസാലക്കൂട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം പറ്റി വന്നതിന് ശേഷം നമുക്ക് പൊരിച്ച് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് വഴറ്റിയെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം മീൻ പൊടിയാതെ. അപ്പോൾ വെള്ളമൊക്കെ വറ്റി കറി സൂപ്പറായിട്ടുണ്ട്. നമുക്കിനി അതൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ വീട്ടിലെല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കുക. കഴിച്ചിട്ടും ഉണ്ടാക്കി നോക്കിയിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.